ഇന്ന് പ്രതിപക്ഷ വി ഡി സതീശൻ ഇത് എന്താണ് ഇ പി ജയരാജനും ഈ പറഞ്ഞ നിരാമയ റിസോർട്ട് തമ്മിലുള്ള കച്ചവട ബന്ധം എന്നതിലുപരി CPM BJP കച്ചവട ബന്ധം എന്ന ലെവലിലേക്ക് അതിനെ ഉയർത്തുകയാണ്. ഇ പി ജയരാജന്റെ ആ വാക്കുകൾ കനത്ത തോതിൽ തിരിച്ചടിക്കുന്നുണ്ടോ ശ്രീ കെ അനിൽകുമാർ? ഈ നമ്മുടെ നാട്ടിൽ മൂടുകുലുക്കി പക്ഷി ഇതൊരു പക്ഷിയുണ്ട്. അവരിങ്ങനെ വൈകുന്നേരം ചാനൽ ചർച്ചയിൽ തുടക്കം നേരത്ത് ഇങ്ങനെ ഒരു കഥാപ്രസംഗം നടത്തി വല്ലാണ്ടങ്ങ് കുലുങ്ങിയാൽ നാടങ്ങ് കുലുങ്ങിപ്പോകും എന്ന് നാട്ടുകാരും ധരിക്കുന്നില്ല. നിങ്ങളങ്ങനെ കുലുക്കാൻ നോക്കിയാൽ അങ്ങനെ കുലുങ്ങില്ല. ഇത് എന്നെ ഈ ചർച്ചയ്ക്ക് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ്. നിങ്ങൾ ഏതാണ്ട് ഒരു റിസോർട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. അല്ല സർ, എനിക്ക് തീരെ മനസ്സിലായില്ല. അല്ല, റിസോർട്ടിനെ കുറിച്ചല്ല ചർച്ച വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇ പി ജയരാജനോട് വിരോധം ഉണ്ടെങ്കിൽ ആ വിരോധം തീർക്കുന്നതിന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ അങ്ങോട്ട്. ഇ പി ജയരാജനോട് വിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേറെ വഴി തേടണം. അതിന് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിച്ച് അതിന്റെ ഭാഗമായിട്ട് ഒരു ചർച്ച സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അന്തസ്സില്ലായ്മയാണ്. ആ അന്തസ്സില്ലായ്മയ്ക്ക് ഞാൻ അധ്യക്ഷത വഹിക്കണം എന്നാണ് പറയുന്നത്. ശ്രീ കെ അനിൽകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ച. ഇന്നത്തെ ഡെവലപ്മെന്റ് എന്താണ്? നിങ്ങൾ ഞാൻ പറയട്ടെ, ഞാനങ്ങോട്ട് പറയട്ടെ. നിങ്ങളുടെ പ്രസംഗം ഞാൻ കേട്ടല്ലോ. താങ്കൾ അന്തസ്സില്ലായ്മയ്ക്ക് ആരോപിക്കുന്നുണ്ട് പറയുന്നതാണ്. പ്രസംഗം കേട്ടോണ്ട് അങ്ങോട്ട് പറയുന്നത്. താങ്കൾ അടിസ്ഥാനമില്ലാതെ അന്തസ്സില്ലായ്മയെ കുറിച്ച് പറഞ്ഞു. പറയട്ടെ. സർ, ഇ പി ജയരാജൻ വ്യക്തിയല്ല, LDF കൺവീനറാണ്. നിങ്ങൾ കാണിച്ചത് അന്തസ്സില്ലായ്മ. സർ, ഇ പി ജയരാജൻ ഒരു വ്യക്തിയല്ല, LDF കൺവീനറാണല്ലേ? ഇ പി ജയരാജന്റെ പേര് റിസോർട്ടില്ല. സർ, ഇ പി ജയരാജൻ LDF കൺവീനറാണ്. ഇ പി ജയരാജൻ BJP-യുമായുള്ള കച്ചവട ബന്ധമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഗുരുതര ആരോപണമാണ് ചോദിച്ചത്. അല്ലാതെ ഏതെങ്കിലും മൂടുകുലുക്കിത്തരം ചോദിച്ചതല്ല അനിൽകുമാർ, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾ മൂട് കുലുക്കുന്നതുകൊണ്ട് ഈ നാട് കുലുങ്ങില്ല എന്ന് നിങ്ങൾ ആദ്യമെങ്കിലും മനസ്സിലാക്കണം. ഹാഷ്മി ആദ്യമെങ്കിലും മനസ്സിലാക്കണം. ഇനി സതീശൻ, അദ്ദേഹത്തെ കുറിച്ചാണെങ്കിൽ ഇത് വളരെ ശരിയാണ്. അദ്ദേഹം എന്താ കഴിഞ്ഞ ദിവസം ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നല്ലോ. ലോക്നാഥ് ബെഹ്റയാണ് പിണറായി വിജയന് ഈ നരേന്ദ്രമോദിയായിട്ടുള്ള കച്ചവടത്തിന്റെ ഇടപാടുകാരൻ. അങ്ങനെ കോൺഗ്രസുകാരെ BJP-യിലേക്ക് കൊണ്ടുപോകുന്ന കച്ചവടം നടത്തുന്നത് ലോക്നാഥ് ബെഹ്റയാണെന്ന് ഈ സതീശൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ 8 മണി ചർച്ചയിൽ നിങ്ങളുടെ കഥാപ്രസംഗം കേട്ടില്ലല്ലോ. സതീശന്റെ ഒരു ഓഡിയോ ഇവിടെ കേൾപ്പിച്ചല്ലോ. ആ സതീശന്റെ ഓഡിയോ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തെളിവ് ചോദിച്ചേ. ഹാഷ്മി എന്താ തെളിവ് ചോദിക്കാത്തത്? തെളിവാണ് അദ്ദേഹം പറയുന്നത്. സതീശൻ പറഞ്ഞതെല്ലാം മറുപടി പറയാൻ ആർക്കെങ്കിലും നേരമുണ്ടോ? വെളിവുള്ള ആരെങ്കിലും അതിനിരിക്കുമോ? തെളിവുണ്ടെ ഹാജരാക്കുക. ഇന്ന് ഹാജരാക്കിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഹാഷ്മി ഇപ്പൊ വിളിക്കുക സതീശനെ. ലോക്നാഥ് ബെഹ്റയാണ് പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് കൊണ്ടുപോകാൻ ഇടതല നിന്നതെന്നാണ് ആര് പറയുന്നത്? അല്ല, നിങ്ങൾ വിളിക്കുക. നിങ്ങൾ സതീശന്റെ ബൈറ്റ് കാണിച്ചല്ലോ. ആ തെളിവ് ഹാജരാക്കുന്നത് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഹാഷ്മി, കരുണാകരന്റെ മകളെ BJP-യിലേക്ക് കൊണ്ടുപോയത് ലോക്നാഥ് ബെഹ്റയാണ് എന്ന് സതീശൻ പറഞ്ഞു. ലോക്നാഥ് ബെഹ്റ അത് നിഷേധിച്ചു. ഇത്രയും നിങ്ങൾ കേട്ടതാ. ഞാൻ പറയാ, നിങ്ങൾ എന്ത് ചർച്ച ചെയ്യുക? ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഞാൻ ഹാഷ്മിയെ വെല്ലുവിളിക്കുന്നു. ഒരു സ്വർണ്ണമോതിരം തരാം ഇന്ന്. അല്ല, നമുക്ക് അക്കിലോട് ചോദിക്കാം. ഇന്ന് രാത്രി 9 മണിക്ക് തരാം. നമുക്ക് അക്കിലോടും ചോദിക്കാം, സതീഷിനോടും ചോദിക്കാം. തെരഞ്ഞെടുപ്പിലേക്ക് പോവാ. അല്ലല്ല, ഞാൻ വേറൊരാളും ചോദിക്കുന്നില്ല. സതീശൻ, നിങ്ങൾ എന്നെ കേൾപ്പിച്ചത് സതീശന്റെ മൊഴിയാ. അല്ലല്ല, സതീശന്റെ മൊഴിയാ ഇപ്പൊ കേൾപ്പിച്ചത്. ഈ പറയുന്ന നേരത്തെ സതീഷിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്, താങ്കൾ കേൾക്കാത്തതാണ്. ഈ പറയുന്ന സതീശന്റെ ആരോപണവും ബെഹ്റ ഇടതിൽ നിന്നുള്ളതും ബെഹ്റ ഈ സർക്കാരിന് അത്രമേൽ പ്രിയങ്കരനായത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്, താങ്കൾ കേൾക്കാത്തതാണ്. ഈ സർ, ഇന്നത്തെ വിഷയത്തിലേക്ക് വാ. ഇന്ന് വി ഡി സതീശൻ പറയുകയാണ്, ഹാഷ്മിയുടെ കഥാപ്രസംഗത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്റെ ചോദ്യം, ഞാൻ ഇന്ന് സതീശൻ പറഞ്ഞതിനെ കുറിച്ച് എന്റെ ചോദ്യം, മിസ്റ്റർ ഹാഷ്മി, നിങ്ങൾക്ക് മലയാളം മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവില്ല മലയാളം? ചോദിക്കൂ. നിങ്ങൾക്ക് മനസ്സിലായോ മലയാളം? നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുമോ? VD സതീശൻ പറഞ്ഞു പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് കൂറുമാറ്റിയത് ബെഹ്റയാണെന്ന്. അത് ഹാഷ്മി കേട്ടോ? കേട്ടതാണ്. ഹാഷ്മി കേട്ടോ? ഇടനില നിന്നത് ബെഹ്റയാണ്, തെളിവുണ്ടെന്ന് പറഞ്ഞതാണ്. ഇന്ന് നിങ്ങളൊരു ബൈറ്റ് കാണിച്ചു. അല്ലല്ല കേൾക്കുക. ഇന്ന് ആ സതീശൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ കുന്നുകയറാൻ തുടങ്ങിയല്ലോ. മൊറാഡയിലെ കുന്നുകയറാൻ പോയല്ലോ. നിങ്ങൾ കുന്നുകയറാൻ പോകുന്നതിന് മുമ്പ് അതിന്റെ തെളിവ് എനിക്കിന്ന് കാണിച്ചതാ.
എന്തിന്റെ തെളിവാ? ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ ഇത് ഉന്നയിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ ഈ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആളോട് തെളിവ് എന്റെ പക്കൽ എങ്ങനെ ഉണ്ടാവുക? എനിക്കിന്ന് വേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അല്ലല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അത് തന്നെ ചർച്ച. ഹാഷ്മിയെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ മൊറാഴക്കുന്നിൽ താഴെ ഇറങ്ങിയിട്ട് ആദ്യം ഇതിന് തെളിവ് കൊണ്ടുവരും. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ പത്മജിയുടെ BJP-യിലേക്കുള്ള പോക്കിന് ഇടനില നിന്നത് ലോക്നാഥ് ബെഹ്റയാണെന്ന് പറഞ്ഞത് ഞാനല്ല, 24 അല്ല, പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ ബെഹ്റ വിട്. കെ അൽകുമാർ തെളിവ് എന്നോട് ഞാൻ തെളിവ് തരും. അത് പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞത്? രാവിലെ തന്നെ അല്ല, അൽകുമാർ തെളിവ് എന്നോട് ചോദിച്ചാൽ തെളിവ് എന്നോട് ഞാൻ എന്ത് പറയാനാണ്? അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. അതിന് തെളിവ് ബാധ്യത പ്രതിപക്ഷ നേതാവിനാണ്, അല്ലേ? അതിന് തെളിവ് ബാധ്യത പ്രതിപക്ഷ നേതാവിനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോക്നാഥ് ബെഹ്റ ഈ സർക്കാരിന് എക്കാലത്തെയും പ്രിയങ്കരനാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം CAG അഴിമതി ആരോപണം വന്നപ്പോഴൊക്കെ ഈ ബെഹ്റയെ ചേർത്ത് നിർത്തലായിരുന്നു പിണറായി സർക്കാർ. അതിനുശേഷം കേരളം വിട്ടുപോകാതെ ഉന്നത പദവി കൊടുത്ത് കാത്തു സൂക്ഷിച്ചു കേരള സർക്കാർ. അങ്ങനെ പ്രിയങ്കരനായിരുന്നു തെളിവ് എന്റെ പക്കലുണ്ട്. പക്ഷേ ഈ പറയുന്ന തെളിവ് പ്രതിപക്ഷ നേതാവ് തരേണ്ടതാണ്, ഞാൻ തരേണ്ടതാണോ? ഒരു കാര്യം, അപ്പൊ ഹാഷ്മി ഒരു കാര്യം വളരെ ശരിയായി പറഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ തെളിവ് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുണ്ട്. അപ്പൊ പ്രതിപക്ഷ നേതാവ് വല്ലതും പറയുന്നത് കേട്ടാൽ ഉടനെ ചാടി പുറപ്പെടരുത് കഥാപ്രസംഗം നടത്താൻ. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ട് ഈ കഥാപ്രസംഗത്തിന് ഇറങ്ങി പുറപ്പെട്ട ഹാഷ്മി അവകാശനായില്ലേ? സർ, ഒരു കാര്യത്തിൽ ബോധ്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? പറഞ്ഞ തെളിവ് കയ്യിലില്ല. സർ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ തെളിവ് VP ജയരാജന്റെ വാക്കുകളാണ്. പറയാൻ സമ്മതിക്ക് മിസ്റ്റർ, നിങ്ങൾ പറയാൻ സമ്മതിക്ക്. പറയൂ. പറയട്ടെ മിസ്റ്റർ, നിങ്ങളൊന്ന് മിസ്റ്റർ പറയൂ. പറയട്ടെ മിസ്റ്റർ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഈ ബെഹ്റയെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് തെളിവില്ല, നിങ്ങൾ തന്നെ സമ്മതിച്ചു. തെളിവില്ലാത്ത വെളിവില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ പറഞ്ഞ് ഒളിച്ചു പോകുന്നത്. പറയട്ടെ, ഞാൻ എന്നെ വിളിച്ച് പറയാനല്ലേ, എന്റെ വാദം പറയാനല്ലേ. അങ്ങനെ വെളിവില്ലാത്തൊരു പ്രതിപക്ഷ നേതാവ് ഒരു തെളിവും ഇല്ലാതെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ കഥാപ്രസംഗമായിട്ട് കാശ്മീർ ഇറങ്ങുമ്പോഴാ പ്രശ്നം. എന്താണ്? ഒരു തെളിവില്ലാതെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനോട് തെളിവ് ചോദിക്കാനുള്ള തന്റെ ഇടമില്ല. കാരണം എന്താണ്? പ്രതിപക്ഷ നേതാവിനോട് തെളിവ് ചോദിച്ചാൽ കാശ്മീർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ശ്രീകണ്ഠൻ നായർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അതുകൊണ്ട് എന്ത് വേണം? കാശ്മീർ പ്രതിപക്ഷ നേതാവിനോട് തെളിവ് ചോദിക്കത്തില്ല. എന്നിട്ട് ഈ പ്രതിപക്ഷ നേതാവ് അടുത്ത കഥയായിട്ട് വരും. ഉടനെ അടുത്ത കഥയായിട്ട് നിങ്ങൾ പുതിയ കഥ അവതരിപ്പിക്കുകയാണ്. അതിനെന്താണ്? മൊറാഴക്കുന്ന്, പിന്നെ ഒരു സാജന്റെ ആത്മഹത്യ. ഇന്നത്തെ കഥാപ്രസംഗത്തിൽ എന്തെല്ലാമാണ് കാളമൂത്രത്തിൽ ഉണ്ടായിരുന്നത്? അല്പം നാണം വേണം. നിങ്ങൾ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലല്ല രാഷ്ട്രീയം. സർ, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം തന്നെയാണ്. താങ്കൾ മലയാളത്തിൽ വലിയ അവഗാഹമുള്ള ആളാണെങ്കിലും, താങ്കൾ 43 പുസ്തകങ്ങൾ എഴുതിയ ആളാണെങ്കിലും, ഈ കഥാപ്രസംഗം എന്ന കലാരൂപത്തോട് ഇത്രമേൽ അവഹേളനവും അപഹാസ്യതയും പാടില്ല. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. കഥാപ്രസംഗം ഒരു കലാരൂപമാണ്, കേരളത്തിൽ ഒരുപാട് പേർ അവതരിപ്പിച്ചൊരു കലാരൂപമാണ്. അതുകൊണ്ട് അതിനോട് ഇത്ര പരിഹാസ്യത ഒരു മലയാളത്തിൽ ഇഷ്ടപ്പെടുന്ന താങ്കൾക്ക് വേണ്ട സർ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്താണ്? ഇവിടെ BJP-യും LDF-ഉം തമ്മിലാണ് പോരാട്ടം. അവിടെ തലസ്ഥാനത്തെ BJP സ്ഥാനാർത്ഥിയടക്കം മികച്ച സ്ഥാനാർത്ഥിയാണ് EP ജയരാജൻ പറയുന്നത്. അത് BJP-ക്ക് ചൂട്ടുപിടിക്കലാണ്, ഇല്ലാത്ത വലിപ്പം ഉണ്ടാക്കി കൊടുക്കലാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. തെളിവ് എന്താണ്? EP ജയരാജന്റെ വാക്കുകളാണ്, അല്ലേ? ശരി, ഇനി ഉത്തരം പറയട്ടെ. ദയവായി കേൾക്കാമോ? പറയൂ. ഒന്ന്, കഥാപ്രസംഗത്തോട് എനിക്കൊരു തർക്കമില്ല. പക്ഷെ താങ്കൾ 13 തവണയാണ് കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നത്. താങ്കൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, ഞാൻ സമ്മതിക്കുന്നു. താങ്കൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. താങ്കൾ 13 തവണയാണ് കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നത്. താങ്കൾ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല അതിനകത്ത്. നിർത്തണം ഈ പരിപാടി. നിങ്ങൾ നിർത്തണം ഇത്. ദയവായി നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ ഇതല്ല രാഷ്ട്രീയം, ഇങ്ങനല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്. ഇത്തരം പരിപാടി നിർത്തണം. അതായത് നമ്മൾ അന്തസ്സായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി ചോദ്യോർത്തു, രാഷ്ട്രീയമായി ഉത്തരം പറയാം. പിന്നെ ഒരു ദിവസം രാവിലെ എന്തെങ്കിലും ഉണ്ടായോടെ ഇവിടെ താങ്കൾ എന്നെ ഉപദേശിക്കുന്നത് താങ്കളുടെ LDF കൺവീനറോട് പറ, ഇതല്ല രാഷ്ട്രീയം, നിർത്തണമെന്ന്. പറയാം. ഇനി ഞാൻ ഉത്തരം പറയാം. ദയവായി നിങ്ങൾ കേൾക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്.
ആ നിലപാടിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യം ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കേരളത്തിലെ ഒന്നാമത്തെ മുന്നണി LDF ആണ്. ഞങ്ങളുടെ പോയിന്റ് എന്താണ്? കേരള കോൺഗ്രസ് വന്നതോടുകൂടി കേരളത്തിലെ LDF എന്ന് പറഞ്ഞ നമ്പർ 1 മുന്നണിയായി. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം എന്താണ്? ഞങ്ങൾക്കെതിരായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനവിധി ഉണ്ടാക്കാൻ വേണ്ടി BJPയും കോൺഗ്രസും UDFും എല്ലാം കൂടി ഒരു തിരക്കഥ ഉണ്ടാക്കി. ആ തിരക്കഥയിൽ അവിടെ നരേന്ദ്രമോദിയുണ്ട്, ഇവിടുന്ന് പോയ പ്രതിപക്ഷ MPമാരുണ്ട്, ഇവിടുത്തെ സതീശൻ ഉൾപ്പെടെയുള്ള സുധാകരൻ ഉൾപ്പെടെയുള്ള സംഘമുണ്ട്, സുരേന്ദ്രൻ അടക്കമുള്ള സംഘമുണ്ട്. ഈ എല്ലാ സംഘം കൂടി ഒരുമിച്ച് പക്കമേളം നടത്തിക്കൊണ്ടിരുന്നത് എന്താ? പിണറായി സർക്കാരിനെതിരെയാണ്, പിണറായി വിജയനെതിരെയാണ്. ആ പിണറായി വിജയനെതിരെ കെട്ടുകഥകൾ ചമച്ചു. ആ കെട്ടുകഥകളിൽ ഇവിടെ ബഹുമാനപ്പെട്ട കാശ്മീർ പറഞ്ഞൊരു കാര്യമുണ്ട്, മാസപ്പടി. നിങ്ങൾക്ക് മതിയായില്ലേ? ഇപ്പതാ ഇലക്ട്രൽ ബോണ്ടിന്റെ കഥ ഇങ്ങോട്ട് കേട്ടപ്പോൾ മാസപ്പടിയെ കുറിച്ച് ഇനി പറയാൻ നാണമുണ്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ മാസപ്പടി എന്നൊരു വാക്ക് പറയാൻ? കാരണം എന്താണ്? ഇന്ത്യ രാജ്യത്തെ BJP ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ നടത്തിയ കോർപ്പറേറ്റ് കൊള്ള ഈ നാട്ടു മുഴുവൻ വ്യക്തമായിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് പറയാൻ? ഈ പറയുന്നവർക്കൊരു നാണം വേണ്ടേ, ഉളുപ്പ് വേണ്ടേ? ഇതെല്ലാം നാട്ടുകാർ മനസ്സിലാക്കുന്നില്ലേ? ഞങ്ങളെ ആക്രമിക്കാൻ ഒരു തിരക്കഥ ഉണ്ടാക്കി. ആ തിരക്കഥയെ ഞങ്ങൾ മറികടന്നു. എങ്ങനെയാ മറികടന്നത്? ഒന്നാമത് മറികടന്നത് കേരളത്തിൽ ഞങ്ങൾ നവകേരള സദസ്സ് നടത്തി യുദ്ധം ചെയ്തു. ഞങ്ങളാണ് കേരളത്തിനകത്ത് പോരാട്ടം നടത്തിയത്, കേരളത്തിന് വേണ്ടി കേന്ദ്രത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയത്, മുഖ്യമന്ത്രി യുദ്ധം ചെയ്തത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എന്താ പറഞ്ഞത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDFനെതിരായി ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയ എല്ലാ കെട്ടുകഥകളും മറികടന്നു. ഞങ്ങൾ മറികടന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന പെൻഷൻ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സപ്ലൈകോയുടെ പ്രശ്നം, ഇതെല്ലാം ഞങ്ങൾ പരിഹരിക്കുന്നു. ജനങ്ങൾക്ക് ഉദാരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. LDF സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനില്ല. പിന്നെ കേന്ദ്ര സർക്കാർ കെട്ടിപ്പടുക്കുന്ന ഇത്തരം കള്ളത്തരങ്ങളുണ്ട്. UDFകാരും മാധ്യമങ്ങളോട് ചമയ്ക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഇതിന്റെ ഇടയ്ക്ക് കാശ്മീർ വിട്ടുപോയൊരു കാര്യമുണ്ടല്ലോ, കാശ്മീർ വിട്ടുപോയൊരു കാര്യം, കാശ്മീരുടെ അവതരണത്തിൽ വിട്ടുപോയൊരു കാര്യം, അതുകൂടെ ഓർമ്മിപ്പിച്ചേക്കാം. ആ കാനഡയിൽ പിണറായി വിജയന്റെ മകൾക്ക് ഒരു കമ്പനിയുണ്ട്, കാശ്മീർ അത് വിട്ടുപോയി. അത് ഒഴിവാക്കി തരണ്ട, അത്രേ സൗജന്യം കാണിക്കരുത്. എന്തെല്ലാം കണ്ടതാണ് കാശ്മീർ. അതുകൊണ്ട് ദയവായിട്ട് നിർത്തണം ഇത്. ശരി, ഓക്കെ. ഞാൻ